അത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തീകരണം സംഭവിക്കേണ്ടതും ഒരു കാലസമ്പൂർണതയുടെ തികവിനായിട്ടും ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണതയിൽ അയച്ചു. എന്നാൽ നാം മറ്റൊരു കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ആ കാലസമ്പൂർണതയിലേക്ക് നാം എത്തപ്പെടേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത മറ്റൊരു കാലസമ്പൂർണതയാണ്. ആ കാലസമ്പൂർണതയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും, രണ്ടാം വരവ് അഥവാ തേജസ്കരിക്കപ്പെട്ടവനായി രാജാവായിട്ട് ഈ ഭൂമിയെ ഭരിക്കുവാൻ 1000 വർഷത്തെ ഭരണത്തിന് വേണ്ടിയിട്ട് നാം വരുന്നതും മറ്റൊരു കാലസമ്പൂർണതയാണ്. എന്നാൽ ഒരു